ഞാൻ ഷിംജിത, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. എന്തൊരു കഷ്ടമാണ് ദൈവമേത്. ഉടുമ്പ് പിടിച്ചതുപോലെയാണല്ലോ ഈ പണ്ടാറ എന്നെ പിടിച്ചേക്കുന്നത്. 10 വർഷം എന്നുള്ളത് 20 വർഷമായ മതിയിരുന്നു. നല്ല വരുമാനമാണ് ഇവിടെ. ഇന്നത്തെ ജോലി കഴിഞ്ഞു, ഇനി സാലറി വാങ്ങാനുള്ള സമയമാണ്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? സാലറി വാങ്ങി ഞാൻ വരാം. തെറ്റ് ചെയ്തവർക്കുള്ള ഒരു പ്രൊമോഷനാണ് ജയില്. കൊള്ളാം. എന്നെ പറഞ്ഞു പറ്റിച്ചതാണ്. എനിക്ക് 650 100 രൂപ കിട്ടുള്ളൂ, ബാക്കി വേറെ ആളുകൾക്കാണ്. ബെൻസ് പോയിട്ട് മാരുതി വാങ്ങാൻ പോലും തികയൂല. മട്ടണായിരുന്നു ഇന്നത്തെ ടൈം ടേബിൾ. പക്ഷെ എനിക്ക് കഞ്ഞി മാത്രം തന്നുള്ളൂ. ഞാൻ ജയിലിന്റെ വീഡിയോ എടുത്തു വരുമ്പോ അതൊക്കെ തീർന്നുപോയി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാനൊരു പരാജയമായി പോയല്ലോ. ഇവിടെ 10 വർഷം പോയിട്ട് ഒരു ദിവസം നിൽക്കാൻ പോലും ഭയങ്കരം തന്നെ. ഇന്ന് നാട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. വീട് നന്നായി മിസ് ചെയ്യുന്നു. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. പ്രതി ഷിംജിതയ്ക്ക് ജാമ്യമില്ല. നീ ഇത് കാര്യമായിട്ട് പറയാണോ? ഇത് വല്ല തമാശ പറയാൻ പറ്റിയ വിഷയ? ഗൈസ്, അങ്ങനെ ഞാൻ പെട്ടു. ഒടുവിൽ എനിക്ക് ജാമ്യം കിട്ടിയില്ല. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എനിക്ക് ജാമ്യം ആവശ്യമില്ലായിരുന്നു. ജയില് തന്നെയാണ് നല്ലത്. ഇങ്ങനെ കരയില്ല ബ്രോ, നീ കരയുമ്പോ തകർന്നെ. വല്ലാത്തൊരു തലവേദന. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ.